നമസ്കാരം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളുള്ളൊരു മേഖലയാണ് എന്ന് നമ്മളിൽ പല ആൾക്കാർക്കും അറിയാം. പക്ഷേ ചില ആൾക്കാരുടെ ഒരു സംശയമാണ്, എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല, എനിക്ക് മാസം ചെറിയൊരു പൈസയെ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ ഒരു ബെനിഫിറ്റോടും കൂടി നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലുള്ള ബേസിക് ആവശ്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെ തന്നെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു എക്സാമ്പിളായിട്ട്, ഒരു മാസം 6000 രൂപയാണ് ഒരു വ്യക്തിക്ക് പ്രീമിയം പേയിങ് കപ്പാസിറ്റി ഉള്ളത് എന്ന് കൂട്ടുക. അതായത് അയാൾക്ക് മാക്സിമം മാറ്റിവെക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് മാസം 6000 രൂപയാണെന്ന് ഇരിക്കട്ടെ. ഈ 6000 രൂപ അയാൾക്ക് ഫലപ്രദമായി എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അത് നമുക്കൊരു SIP ആയിട്ട് മന്ത്ലി നമ്മളതിനെ പ്ലാൻ ചെയ്യുന്നു. 2000 രൂപ 2000 രൂപ 2000 രൂപ ഇങ്ങനെ 3 തരത്തിൽ നമ്മളതിനെ പ്ലാൻ ചെയ്യുന്നു ഇരിക്കട്ടെ. ആദ്യത്തെ 2000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈബ്രിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഫണ്ടുകളിലും, രണ്ടാമത്തെ 2000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളിലും, മൂന്നാമത്തെ 2000 രൂപ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സി പോലെയുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒന്ന് നിങ്ങളൊന്ന് കരുതുക. ആക്ച്വലി എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ 2000 രൂപ നമ്മൾ അത്യാവശ്യത്തിന് എടുക്കാനുള്ള രീതിയിലും, ഈ 2000 രൂപ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷത്തിനുള്ളിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, ഇത് നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2000 രൂപയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഒരു 5 വർഷം ഈ പറയുന്ന ഹൈബ്രിഡ് ഫണ്ടിൻ്റെ കണക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ 5 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 11% നമുക്ക് ഈ പറയുന്ന ഹൈബ്രിഡ് ഫണ്ടുകളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മനുഷ്യൻ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1,20,000 രൂപയാണ് അയാൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ 1,20,000 രൂപയ്ക്ക് ഏകദേശം 40,000 രൂപയോളം അയാൾക്കതിൻ്റെ റിട്ടേൺസും കൂടി കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ പറഞ്ഞാൽ 1,60,000 രൂപ ഈ പറയുന്ന ചെറിയൊരു കാലത്തേക്കുള്ള, അതായത് ഒരു 5 years ഓർ ബിലോ എന്ന രീതിയിൽ നമുക്കിതിനെ കണക്ക് കൂട്ടിക്കൊണ്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി നമ്മളൊരു 10 വർഷം മുതൽ ഒരു 15 വർഷം എന്ന രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. ഏകദേശം ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 14%, ചിലപ്പോൾ ഇതിൽ കൂടുതലൊക്കെ കിട്ടാം, ഒരു 14% നമുക്കൊരു ആവറേജ് ആയിട്ട് പറയാം. ഈ വ്യക്തി ഒരു 10 വർഷം, നമ്മളൊരു എക്സാമ്പിളിന് ഒരു 10 വർഷം എന്നുള്ള കണക്കെടുക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി 2,40,000 രൂപയാണ് 10 വർഷം കൊണ്ട് അടച്ചിട്ടുണ്ടാവുക ടോട്ടലായിട്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 3,20,000 രൂപ മുതൽ കുറച്ചുകൂടി കൂടുതൽ ഒരു 3.5 ലക്ഷം രൂപയ്ക്കുള്ളിലൊക്കെ ഇത് ടോട്ടൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത കാശാണ്. ഇതതിൻ്റെ റിട്ടേൺ ആണ്. സോ ടോട്ടലായിട്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 6,60,000 രൂപയോളം ഈ പറയുന്ന വ്യക്തി ഈ റിട്ടേൺസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ കാറ്റഗറി നമ്മളിതിനെ ഒരു 20 വർഷം അതുപോലെ തന്നെ ഒരു 30 വർഷം എന്ന രീതിയിൽ നമ്മൾ 2 തരത്തിൽ നമുക്കൊന്ന് കാണിക്കാം. കാരണം ഇവിടെയാണ് ശരിക്കും കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 20 വർഷത്തെ കണക്കെടുക്കാം. നമുക്ക് 20 വർഷം കൊണ്ട് 4,80,000 രൂപയാണ് ഈ വ്യക്തി ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഏകദേശം ഈ പറയുന്ന സ്മോൾ ആൻഡ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിലൊക്കെ ഇത്രയും കാലം, അതായത് ഒരു 20 വർഷമൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ചുരുങ്ങിയ നമുക്കൊരു 18% നമുക്ക് റിട്ടേൺസ് ഇതിൽ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം 50 ലക്ഷം രൂപയോളം നമുക്ക് റിട്ടേൺസ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് 4,80,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 10 ഇരട്ടി രൂപയോളം നമ്മൾ പറയുന്ന റിട്ടേൺസ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ 30 വർഷത്തെ കണക്ക് നോക്കുകയാണ്. 7,20,000 രൂപയാണ് ഇയാൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ റിട്ടേൺസ് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന 18% തന്നെയാണ് നമ്മൾ ഈ പറയുന്ന റിട്ടേൺസ് നോക്കുന്നതെങ്കിലും ഏകദേശം ഒരു 3.5 കോടി രൂപയോളം ഈ പറയുന്ന വ്യക്തി റിട്ടേൺസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. അതായത് 3,57,000 രൂപയോളം 3,57,00,000 രൂപയോളം ഈ പറയുന്ന വ്യക്തിക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഏകദേശം 1/3 നമുക്ക് ഇവിടെ റിട്ടേൺസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. 5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 1/3 നമ്മുടെ റിട്ടേൺസ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഏകദേശം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഒരു 1.25 to 1.5 ടൈംസ് നമുക്ക് റിട്ടേൺസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. 20 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ടൈംസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 10 ഇരട്ടിയോളം നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 30 വർഷം എന്ന് പറയുന്ന ഒരു കണക്ക് നോക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഏകദേശം 40 മുതൽ 50 ഇരട്ടിയോളം നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന കാലഘട്ടം നമ്മളെ കുറച്ച് കൂടുതലുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് സാധിക്കും. ഇവിടെയാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് ഓഫ് മാത്തമാറ്റിക്സ്, പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നൊക്കെ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ യഥാർത്ഥ ശക്തി ഇരിക്കുന്നത് ഇവിടെയാണ്. 2000 രൂപ മാറ്റിവെച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ മൂന്ന് തവണകളായിട്ട് 6000 രൂപ മാത്രം മാറ്റിവെച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഷോർട്ട് ടേം ചെറിയ കാലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. അയാളുടെ ഒരു 10 വർഷം എന്ന രീതിയിൽ ഒരു മിഡ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അയാൾക്ക് വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താ പറയുക പണത്തിന് വളരെ അത്യാവശ്യമുള്ള വരുമാനമില്ലാത്ത സമയത്തിനെ കൂടി വലിയ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന കാര്യത്തിനെ കൊണ്ട് പറ്റും. ഇനിയൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സമയത്തും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.